ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് ടൈമിൽ ഈ ഒരു മാരേജ് ഇൻവിറ്റേഷൻ കാർഡ് കയ്യിൽ കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ക്രിസ്മസ് കാർഡാണ് എനിക്ക് മനസ്സിൽ വന്നത്. ആദ്യം ഈ ഒരു കാർഡിൻ്റെ റൈറ്റിങ്സ് ഒക്കെ മറയ്ക്കാനായിട്ട് വൈറ്റ് പേപ്പർ കൊണ്ട് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുവാണേ. ഇന്ന് ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നത് ഗ്രീറ്റിംഗ്സ് കാർഡ് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗ്രീറ്റിംഗ്സ് കാർഡിനോടൊന്നും അത്ര അടുപ്പമില്ല. പക്ഷെ നമ്മൾ 90s കിഡ്സിന് അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ ഗ്രീറ്റിംഗ്സ് കാർഡ് വാങ്ങി സൂക്ഷിക്കാറുണ്ടായിരുന്നില്ലേ? അതൊക്കെ തിരിച്ചു കിട്ടാത്ത പോയ കാലങ്ങളായി. ഇന്ന് മോൻ്റെ സ്കൂളിൽ ക്രിസ്മസ് ഫംഗ്ഷനാണ്. പണ്ട് നമ്മൾ ഉണ്ണിക്കുറി എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ വാങ്ങിയ ഗിഫ്റ്റിൻ്റെ കൂടെ ഗ്രീറ്റിംഗ്സ് എഴുതിയ ഒരു കാർഡ് കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വാങ്ങുന്ന ഗ്രീറ്റിംഗ്സ് കാർഡിൻ്റെ 7 അയലത്തോലും എത്തൂല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ കാർഡ് കണ്ടപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ ചെയ്തതാണ്. കാർഡിനെ ഫുൾ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലുപ്പമുള്ള കാർഡൊക്കെ വല്ലപ്പോഴേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ പണ്ട്. കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും. കുഞ്ഞു കുഞ്ഞു കാർഡൊക്കെ കിട്ടുമ്പോൾ പണ്ട് ഇത് ഇത്ര ചെറിയ കാർഡാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ഇന്ന് ഒരു ചെറിയ ക്രിസ്മസ് കാർഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. കാർഡിൻ്റെ പുറത്ത് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വൈറ്റ് പേപ്പർ കൊണ്ടും ബ്ലാക്ക് പേപ്പർ കൊണ്ടും ഇതുപോലെ ഒട്ടിച്ച് ഒരു ഡിസൈനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ തന്നെ ഗോൾഡൻ കളറിലുള്ള പോർഷൻ ഭാഗം വെട്ടിയെടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒരു സാൻഡയുടെ ഡ്രസ്സിൻ്റെ പോർഷനാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ലെറ്ററിൻ്റെ തന്നെ പോർഷനായിട്ടുള്ള വേറൊരു പാട്ടെടുത്ത് ഇതുപോലെ മടക്കി ഒരു ചെറിയ പേജ് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം വേറൊരു നീളത്തിനുള്ള 3 പീസസ് എടുക്കുക പേപ്പറിൻ്റെ. അതിന് നമുക്ക് ഇതുപോലെ വി മോഡലിലേക്കൊന്ന് മടക്കുക. കറക്റ്റ് വി മോഡലല്ല, അതിൻ്റെ എൻഡ് ഇതുപോലെ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു മടക്കാണ് ചെയ്തേക്കുന്നത്. ഇനി ആ എൻഡിൽ മടക്കിയ ഭാഗത്തേക്ക് കുറച്ച് പശ തേച്ച് നിവർത്തി തന്നെ ആ കാർഡിൻ്റെ 3 പോർഷനിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കാർഡിൻ്റെ അകത്ത് വെച്ച പേജിൻ്റെ നടുക്കായിട്ട് 2 സൈഡിലും സെൻറ്ററിലും ആയിട്ടാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. ഇതുപോലെയാണ് കാർഡ് മടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ആ പീസ് മടക്കിയത് ആ രീതിയിൽ മടങ്ങി വരണം. ഇനി ഇതുപോലെ 2-3 പീസ് കാർഡുകൾ വെട്ടിയെടുത്തതിന് ശേഷം അതിൽ 2 എണ്ണത്തിൽ ഇതുപോലെ ക്രിസ്മസ് ട്രീയുടെ മോഡലിൽ വെട്ടിയെടുക്കാം. സൈഡിലുള്ള 2ലും നമ്മളിതുപോലെ ക്രിസ്മസ് ട്രീ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറോ എന്തെങ്കിലും വെട്ടിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ സ്റ്റാർ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു യെല്ലോ കളറിലുള്ള പേപ്പർ സ്റ്റാറിൻ്റെ മോഡലിൽ കട്ട് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ വേറൊരു ബൈൻഡ് പേപ്പറിൽ ഇതുപോലെ 2 സർക്കിൾ ചേർന്നിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രയാങ്കിൾ മോഡലും കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ഇങ്ങനെ വെച്ചു ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു സ്നോമാനാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെറിയൊരു സ്നോമാനാണ്. നമുക്ക് ആ കാർഡിനകത്ത് നിൽക്കാൻ കണക്കിനുള്ളൊരു സ്നോമാനെ ചെയ്തു. എന്നിട്ട് ആ സെൻറ്ററിൽ വരുന്ന പോർഷനിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്തെങ്കിലുമൊക്കെ ഈ കാർഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഞാനിതുപോലെ താഴെ മുകളിലും വേവ് പോലെ ബ്ലാക്കാണ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് തുറക്കുമ്പം തന്നെ കാർഡിനകത്ത് മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി കൊടുത്തു. ഇത് നമ്മൾ കാർഡിൻ്റെ സൈഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ പേന കൊണ്ട് ഇതുപോലെ കേർവ് മോഡലിൽ വരച്ചതിന് ശേഷം റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ കളറൊക്കെ വെച്ചിട്ട് ഇതുപോലെ LED ലൈറ്റിൻ്റെ മോഡലിൽ ഇങ്ങനെ ഓരോ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രഷ് വെച്ചിട്ട്. ഇനി ഒരു ഇയർബഡ്സ് എടുത്തിട്ടുണ്ട്. അതൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇയർബഡ്സ് എടുത്തത്. അതിൻ്റെ ഒരു അറ്റം ഇതുപോലെ ഹീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ചെടുത്തു. ഇനി നമുക്കിത് ഇതുപോലെ വൈറ്റും റെഡും കോമ്പിനേഷനിൽ വരുന്ന ഒരു പേപ്പർ വെച്ചിട്ട് ഈ സ്റ്റിക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ക്രിസ്മസ് സ്റ്റിക്ക് സാൻഡയുടെ സ്റ്റിക്കായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കിനെ ഏതെങ്കിലും ഒരു പേജിലേക്കൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിലെ 2ാമത്തെ പേജിൽ തന്നെ ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പുറം പേജിൽ ഈ ഒരു വൈറ്റും റെഡും കോമ്പിനേഷനിൽ വരുന്ന ലിറ്റ്മസ് പേപ്പർ വെച്ച് ജസ്റ്റ് ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് കാർഡ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മെറി ക്രിസ്മസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.